ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നിന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെതിരെ ഈ ബൈബിൾ വിമർശകന്മാർ ഉയർത്തുന്ന ഒരു ആരോപണമാണ് യേശുക്രിസ്തു സ്വന്തം സഹോദരന്മാരോട് പോലും നുണ പറയാൻ മടിയില്ലാത്ത ആളായിരുന്നു എന്നുള്ളത്. അതിനവർ കൊണ്ടുവരുന്ന വേദഭാഗമാണ് യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാനത് വായിക്കാം. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദ്യയിലേക്ക് പോകാം. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല. എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു. നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ. എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായക കൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗലീലയിൽ തന്നെ പാർത്തു. അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയി. യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 2 മുതൽ 10 വരെ. അപ്പൊ ഇവിടെ വിമർശകന്മാർ ഉന്നയിക്കുന്ന ആരോപണം, ഇതിലെ 8-ാം വാക്യത്തിൽ യേശുക്രിസ്തു സഹോദരന്മാരോട് പറയുന്നത്, ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഞാൻ പോകുന്നില്ല, നിങ്ങൾ പോയിക്കോന്നാണ്. എന്നാൽ സഹോദരന്മാർ പെരുന്നാളിന് പോയതിനു ശേഷം രഹസ്യത്തിൽ ആരും അറിയാതെ യേശുക്രിസ്തു പെരുന്നാളിന് പോവുകയും ചെയ്തു. സ്വന്തം സഹോദരന്മാരോട് പോലും യേശുക്രിസ്തു നുണ പറഞ്ഞില്ലേ എന്നാണ് വിമർശകർ ചോദിക്കുന്നത്. ഈ ആരോപണം ഞാൻ ആദ്യം കേട്ടത് എം.എം. അക്ബറിന്റെ വായനാണ്. എം.എം. അക്ബറിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അതല്ലാതെ വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ആരോപണം ഫേസ്ബുക്കിൽ, വർഷങ്ങൾക്ക് മുമ്പേ ഫേസ്ബുക്കിൽ മുസ്ലിങ്ങൾ യേശുക്രിസ്തുവിനെതിരെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ അങ്ങനെ അത് കൊണ്ടുവന്ന സമയത്ത് ഇതിന് മറുപടി കൊടുത്തതാണ്. ഫേസ്ബുക്കിൽ തന്നെ മറുപടി ഇടുകയും ചെയ്തിരുന്നു. പക്ഷെ സത്യമാർഗത്തിൽ ഇതൊരു ലേഖനമായിട്ട് ഇട്ടിരുന്നില്ല. ഫേസ്ബുക്കിലെ മറുപടി കൂടി തീർന്നു അത്. കാരണം നിസ്സാര സംഭവമാണ്, ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വിട്ടതാണ്. എന്നാൽ ഈ ആരോപണം ഈ അടുത്ത ഒരാള് ഫേസ്ബുക്കിൽ, അത് ആരോപണമായിട്ടല്ല സംശയമായിട്ടാണ് എന്നോട് ചോദിച്ചത്. ഇങ്ങനെ ഒരു കാര്യം ബൈബിളിനകത്ത് കാണുന്നുണ്ടല്ലോ, അപ്പൊ അത് എന്താണ്, യേശുക്രിസ്തു അവിടെ എന്താണ് ഉദ്ദേശിച്ചത്, ഇത് വിമർശകർ ഉന്നയിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ്, എന്നാൽ ശരി ഇതിനൊരു വിശദമായ മറുപടി പണ്ട് കൊടുത്തതാണ്, അത് ഞാൻ നോക്കിയപ്പോൾ പോയി കാണുന്നില്ല, പണ്ട് ഫേസ്ബുക്കിലിട്ട് കാണുന്നില്ല. അപ്പൊ പിന്നെ അതിന് വേണ്ടിയിട്ട് വേറെ തയ്യാറാക്കി. ഇതിന് സത്യമാർഗത്തിലിടണം എന്ന് വിചാരിക്കുന്നു. എന്നാൽ അതിന് മുമ്പേ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ ഞാൻ വരുന്നത്. ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു കള്ളം പറഞ്ഞു എന്ന് വിമർശനം ഉന്നയിക്കുന്നവരുടെ വിചാരം, ഈ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അതെന്തോ നമ്മുടെ തൃശ്ശൂർ പൂരം പോലെയോ അല്ലെങ്കിൽ വിഷു പോലെയോ മുസ്ലിങ്ങളുടെ ബലിപെരുന്നാൾ പോലെയോ ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് ആഘോഷിച്ചു തീർക്കുന്ന ഒന്നാണെന്നാണ്. ഒറ്റ ദിവസം കൊണ്ട് ആഘോഷിച്ചു തീർക്കുന്നതാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. ഈ വിമർശകർക്ക് ആർക്കും യഹൂദന്റെ സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ചോ മതപരമായ പശ്ചാത്തലത്തെക്കുറിച്ചോ എന്തിനധികം ഈ കൂടാര പെരുന്നാളിനെ കുറിച്ചോ യാതൊരു പിടിയുമില്ല, ഒരു പിടിയില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത്. ആദ്യം നമുക്ക് കൂടാര പെരുന്നാൾ എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെ ഈ ആരോപണത്തിന്റെ മറുപടി നോക്കാം. ഇസ്രായേൽ ജനത്തിന് യഹോവയായ ദൈവം ഒരു വർഷത്തിൽ 7 പെരുന്നാളുകൾ അഥവാ ഉത്സവങ്ങൾ നൽകിയിരുന്നു. ഇതുകൂടാതെ എല്ലാ 7-ാമത്തെ ദിവസവും, 7-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ശബത്ത്, ശനിയാഴ്ച ദിവസമാണ്. അപ്പൊ എല്ലാ 7-ാം ദിവസവും, അതുപോലെ 7-ാമത്തെ മാസവും 7-ാമത്തെ വർഷവും, ഇനി 7-7-49 കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വർഷം, അതായത് 50-ാം വർഷം, അതിനെ യോബേൽ സംവത്സരം എന്നാണ് വിളിക്കുന്നത്. ആ 50-ാം വർഷം, ഇതൊക്കെ ഓരോ ഉത്സവങ്ങളാണ്. മനസ്സിലായോ? ശബത്തും ഒരു വിധത്തിൽ പറഞ്ഞ ഉത്സവം തന്നെയാണ് അവർക്ക്. 7 ഉത്സവം പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ തന്നെ ഓരോ ആഴ്ചയുടെയും അവസാന ദിവസം അല്ലെങ്കിൽ 7-ാമത്തെ ദിവസം, 7 ദിവസം കൂടുമ്പോൾ ഇവർക്ക് ഒഴിവാണ് ശബത്ത്. പിന്നെ 7-ാമത്തെ വർഷം അത് ശബത്ത് ആണ്ടെന്ന് പറയും. അതുപോലെ 7-7-49 വർഷം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വർഷം 50-ാമത്തെ വർഷം, അത്
യോബൽ സംവത്സരം. ഇതൊക്കെയാണ്. അപ്പൊ ഈ ബൈബിളിലെ 7ന്റെ പ്രാധാന്യതയെ കുറിച്ച് മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് പൂർണ്ണതയെ കുറിക്കുന്ന സംഖ്യയാണ്. ഇസ്രായേലിന് ദൈവം അത് കൊടുത്തിരിക്കുന്നത് അവർ പൂർണ്ണമായിട്ടും സന്തോഷിക്കണം, ആഘോഷിക്കണം, ഉത്സവം ആഘോഷിക്കണം എന്നുള്ള അർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. അത് മാത്രമല്ല, കേവലം ഉല്ലാസപരമല്ല, അത് ജഡികോല്ലാസത്തിന് വേണ്ടി കൊടുത്തതല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഉല്ലാസപരമല്ല, ആത്മീയപരവും കൂടിയാണ്. ജഡികമായിട്ടുള്ള ഉല്ലാസമൊക്കെ അതിനകത്ത് വരുന്നുണ്ട്, സന്തോഷിക്കുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ ഉണ്ട്, അതില്ലെന്നല്ല. പക്ഷെ ഇതിന് ആത്മീയമായ അർത്ഥങ്ങളുണ്ട്, ആത്മീയപരമായിട്ടുള്ള ഉത്സവങ്ങളാണ്. യഹോവ കൽപ്പിച്ച ഉത്സവങ്ങൾ ഇവർ ആചരിക്കുന്നതിലൂടെ ദൈവം തങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമാണെന്ന് ഇവര് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ ഭൂമിയില് തങ്ങൾക്ക് വേണ്ടി രാജാക്കന്മാരോട് പോലും ഇടപെട്ട് തങ്ങളെ വീണ്ടെടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായി മാറ്റിയ ഈ ദൈവത്തിന്റെ ആർദ്രമായ സ്നേഹത്തെ ഇസ്രായേൽ മക്കള് ഏറ്റുപറയുന്ന ഒരു സന്ദർഭമാണ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത്, അവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്സവങ്ങൾ. ഒരു സംവത്സരത്തിൽ ആചരിക്കാൻ ന്യായപ്രമാണത്തിൽ നൽകിയിരിക്കുന്ന 7 ഉത്സവങ്ങളിൽ 3 തീർത്ഥാടനോത്സവം കൂടിയാണ്. ഇസ്രായേലിന്റെ തീർത്ഥാടനോത്സവം. അതായത് ഈ 3 ഉത്സവങ്ങളില് ഇസ്രായേലിലെ ആണുങ്ങളെല്ലാം യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നേ പറ്റുകയുള്ളൂ. അവിടേക്ക് ചെല്ലണം, തീർത്ഥാടനം നടത്തണം, അങ്ങോട്ടേക്ക് വരണം. അത് എവിടെയായിരുന്നാലും ശരി, അവര് ഇസ്രായേൽ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആ കനാൻ ഭൂമി അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. വിശാലമായി കിടക്കുന്ന ആ ഭൂമിയില് ദൈവത്തിന്റെ ആലയം വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. ആദ്യം അത് ശീലോവിലായിരുന്നു, പിന്നീട് അത് മാറ്റി, ശീലോവിൽ നിന്ന് മാറ്റി പിന്നെ യെരുശലേമിൽ ആലയം പണിത് കഴിഞ്ഞപ്പോൾ ആലയത്തിലേക്ക്. അപ്പൊ എവിടെയുള്ള യഹൂദനും എന്ത് ചെയ്യണം? ഈ ആദ്യം ശീലോവിലായിരുന്നു, പിന്നീട് യെരുശലേമിലേക്ക് വരേണ്ടതുണ്ട്. ആലയത്തിലേക്ക് അവർ വന്നേ പറ്റുള്ളൂ. അത് സംവത്സരത്തിൽ 3 പ്രാവശ്യമാണ്, അതായത് 3 ഉത്സവങ്ങൾക്ക് ആണ് വരേണ്ടത്. ആ 3 ഉത്സവങ്ങളെ കുറിച്ച് ന്യായപ്രമാണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 16:16 ആദ്യം നമുക്ക് നോക്കാം. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. ആവർത്തനം 16:16. അപ്പൊ 3 പ്രാവശ്യം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളില്, പിന്നെ വാരോത്സവം അഥവാ പെന്തക്കോസ്ത് പെരുന്നാളില്, പിന്നെ കൂടാര പെരുന്നാളില്. അങ്ങനെ 3 സന്ദർഭങ്ങളിലായിട്ട് ഇസ്രായേലിലെ പുരുഷപ്രജകളെല്ലാം യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് താൻ സ്ഥാപിച്ച തന്റെ ആലയത്തിലേക്ക് വരണം എന്നാണ് ദൈവം പറയുന്നത്. അതിന്റെ അർത്ഥം പുരുഷന്മാര് മാത്രമേ വരാൻ പറ്റൂ, സ്ത്രീകളും കുട്ടികളും വാതിലടച്ച് വീട്ടിനകത്ത് തന്നെ ഇരുന്നോളണം എന്നല്ല. അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. ഈ വഴിയുടെ ദൈർഘ്യവും കഷ്ടപ്പാടും കാരണം പുരുഷന്മാര് പോകുന്നത് പോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വരാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ മേലെ ആ നിർബന്ധം അടിച്ചേൽപ്പിക്കുന്നില്ല. സ്ത്രീകളും കുട്ടികളും കൂടി വന്നേ പറ്റൂ എന്നുള്ള നിർബന്ധം അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നില്ല. അവർക്ക് ഒഴിവ് കൊടുത്തിരിക്കുകയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ വരാം, വന്നില്ലെങ്കിലും പ്രശ്നമില്ല. എന്നാൽ ഇസ്രായേലിലെ പുരുഷൻ അവൻ ഉറപ്പായും പോണം, അവന് ഒഴിവില്ല. മനസ്സിലായ? അവന് ഉറപ്പായിട്ടും പോയേ പറ്റുകയുള്ളൂ. സ്ത്രീകളെയും കുട്ടികളെയും പോലെ വേണമെങ്കിൽ പോകാം, വേണ്ടെങ്കിൽ പോകണ്ടെന്നല്ല. ഈ സ്ത്രീകൾക്ക് പോകാം എന്നുള്ളതിന്റെ തെളിവ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ശമൂവേലിന്റെ പിതാവ് എൽക്കാന തന്റെ ഭാര്യമാരുമായിട്ടാണ് ഉത്സവത്തിന് പോയതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന് 12 വയസ്സായപ്പോൾ അവന്റെ അമ്മയപ്പന്മാർ പെസഹ പെരുന്നാളിന് യെരുശലേം ദൈവാലയത്തിൽ പോയതും യേശുക്രിസ്തുവിനെ അവിടെ അബദ്ധവശാൽ വിട്ടിട്ട് പോകുന്നതുമായ കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഈ പെസഹ പെരുന്നാളിന്റെ പിറ്റേനാൾ മുതൽ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. അതായത് ആവർത്തനം 16:16 പറഞ്ഞിരിക്കുന്ന 3 മഹാപെരുന്നാളുകളിൽ 1ാമത്തെ പെരുന്നാള്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ, ആ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിൽ പങ്കെടുക്കാൻ യോസെഫ് മാത്രമല്ല മറിയയും 12 വയസ്സുള്ള യേശുക്രിസ്തുവും കൂടി വന്നിട്ടുണ്ട്. എന്നാൽ അവർ രണ്ടുപേരും വന്നില്ലെങ്കിലും ന്യായപ്രമാണം അനുസരിച്ച് അതിന് കുറ്റമൊന്നുമില്ല. അവർക്ക് വരാൻ ഏതെങ്കിലും കാരണവശാൽ വരാൻ പറ്റിയില്ല, കുഴപ്പമില്ല. എന്നാൽ യോസേഫ് പോകാതിരിക്കുകയാണെങ്കിൽ അത് ന്യായപ്രമാണത്തിന്റെ ലംഘനമാണ്, ന്യായപ്രമാണത്തിൽ കൊടുത്തിരിക്കുന്ന കൽപ്പനയുടെ ലംഘനമാണ്. മനസ്സിലായോ? അപ്പൊ ഞാനിത്ര വിശദമായിട്ട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 മഹാപെരുന്നാളുകളിലും സ്ത്രീകൾ ദൈവാലയത്തിലേക്ക് വരുന്നതിന് ദൈവം തടഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമർശകന്മാർ അടുത്തതായി അതും പറഞ്ഞുകൊണ്ടാ വരിക. പിന്നെ നമ്മൾ സമയം കളഞ്ഞ് വേറെ വീഡിയോ അതിനു വേണ്ടി ചെയ്യണം. യഹോവ സ്ത്രീ വിരോധിയാണ്, തന്റെ സന്നിധിയിലേക്ക് പുരുഷന്മാർ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് കൽപ്പിച്ചിട്ടുള്ള ഒരു ദൈവമാണ്. അതായത് ഇപ്പൊ ശബരിമലയുടെ കേസിൽ അയ്യപ്പനെയൊക്കെ ഒരു കുറ്റം പറയുന്നുണ്ടല്ലോ.
സ്ത്രീകൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, സ്ത്രീയെ കണ്ടാൽ കൺട്രോൾ പോകുന്നവനാണോ ഇവരുടെ ദൈവം എന്നൊക്കെ ചോദിച്ച് നിരീശ്വരവാദികൾ കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള പരിഹാസം ഇവർ യഹോവയുടെ നേരെയും എടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞത്. സ്ത്രീകളെയും കുട്ടികളെയും ഒഴിവാക്കിയിരിക്കുകയാണ്, അല്ലാതെ വരാൻ പാടില്ല എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത്. പുരുഷൻ ഉറപ്പായിട്ടും വന്നേ പറ്റുകയുള്ളൂ. അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ വരാം, താല്പര്യം ഇല്ലെങ്കിൽ വരണ്ട, അത്രേ ഉള്ളൂ. അതല്ലാതെ അവരെ നിരോധിച്ചിട്ടൊന്നുമില്ല. ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വേറെ വീഡിയോയോ അല്ലെങ്കിൽ ആരോപണമോ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സംവത്സരത്തിൽ 3 പ്രാവശ്യം ഇസ്രായേലിലെ പുരുഷന്മാരെല്ലാം തന്റെ സന്നിധിയിൽ വരണമെന്ന കൽപ്പന ന്യായപ്രമാണത്തിൽ വേറെയും ഇടങ്ങളിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. ഒന്ന് പുറപ്പാട് 23:17. സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ആണുങ്ങളെല്ലാം കർത്താവായ യഹോവയുടെ മുമ്പാകെ വരണം. പുറപ്പാട് 23:17. ഇനി പുറപ്പാട് 34:23 പറയുന്നുണ്ട്, സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായി യഹോവയായ കർത്താവിന്റെ മുമ്പാകെ വരണം. പുറപ്പാട് 34:23. ഇങ്ങനെ ഓരോ വർഷവും ഇസ്രായേലിലെ പുരുഷന്മാർ 3 പ്രാവശ്യം വീട് വിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്നത് അറിയാവുന്ന ശത്രുക്കൾ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങൾ ആക്രമിച്ച് അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആണുങ്ങൾ ആരും അവിടെ ഇല്ല എന്നറിയുമ്പോൾ ആക്രമണമായിട്ട് വരും. നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മറ്റൊക്കെ കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും ഒക്കെ വരുന്നത്, ഫെലിസ്തീനും പലരും വരുന്നു ആക്രമണം നടത്തുന്നു, കുറെ പേരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട് അവിടെ. ആണുങ്ങളെല്ലാം യെരുശലേമിലേക്ക് പോയി, അല്ലെങ്കിൽ ശീലോവിലേക്ക്, എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോയി. ഈ പ്രദേശത്തൊന്നും പുരുഷന്മാരില്ല, സ്ത്രീകളും കുട്ടികളെ ഉള്ളു. അപ്പൊ പെട്ടെന്നൊരു മിന്നലാക്രമണം നടത്തി കുറെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാം എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അവര് ചിന്തിക്കും. അതിനെക്കുറിച്ച് അറിയാവുന്ന ഇസ്രായേലിലെ ആണുങ്ങൾ, ഇസ്രായേലിലെ പുരുഷന്മാര് പേടിക്കുകയും ചെയ്യും. ഞങ്ങൾ ദൈവാലയത്തിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ സുരക്ഷ ആര് നോക്കും എന്നുള്ളത്. അപ്പൊ അത്തരം ഒരു ഭയം കാരണം ആരെങ്കിലും യഹോവയുടെ സന്നിധിയിലേക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ഇവർക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ന്യായപ്രമാണത്തിൽ വായിക്കുന്നുണ്ട്, ന്യായപ്രമാണ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കയില്ല. പുറപ്പാട് 34:24. അപ്പൊ സംവത്സരത്തിൽ 3 പ്രാവശ്യം ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ ഇസ്രായേലിലെ പുരുഷനും ചെല്ലേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. പോകാതിരിക്കാൻ അവർക്ക് പറയാനുള്ള ഒരേ ഒരു ന്യായം തങ്ങളിവിടെ ഇല്ല എന്നതറിയാവുന്ന ശത്രുക്കൾ ദേശത്തെ ആക്രമിച്ച് തങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോകുമെന്നുള്ളതാണ്. അവരുടെ പിതാക്കന്മാര് പണ്ട് മരുഭൂമിയിൽ വെച്ച് പറഞ്ഞത് ഇതേ ന്യായം തന്നെയാണ്. കനാൻ ദേശം ഒറ്റുനോക്കിയിട്ട് വന്ന 10 പേര് പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അധികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാഖ്യമല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ്. അത് കേട്ടപ്പോൾ ഇസ്രായേൽ ജനം എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് സംഖ്യാപുസ്തകം 14 1 മുതൽ 4 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭ ഒക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചുപോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചുപോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക എന്നും അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. സംഖ്യാപുസ്തകം 14 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മരുഭൂമിയിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ ദൈവത്തിനെ അവിശ്വസിച്ചുകൊണ്ട് മോശയ്ക്കെതിരെയും അഹരോനെതിരെയും തിരിഞ്ഞതിന്റെ ഒരു കാരണം തങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകും എന്ന ഭയമായിരുന്നു. ആ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല, താൻ തന്നെ ദേശത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. അപ്പോ മതഭക്തിയുള്ള ഒരു ഇസ്രായേലി പുരുഷൻ സംവത്സരത്തിൽ 3 പ്രാവശ്യം ദൈവാലയത്തിലേക്ക് പോയേ മതിയാകുകയുള്ളൂ. പോകാതിരിക്കാൻ ഒരു ഒഴിവ് കഴിവും അവനില്ല. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന 7 ഉത്സവങ്ങളിൽ 7ാമത്തെ ഉത്സവമായിരുന്നു കൂടാരപ്പെരുന്നാൾ. കൂടാരപ്പെരുന്നാൾ ഇസ്രായേൽ ജനം ആഘോഷിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് ന്യായപ്രമാണത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. ലേവ്യ പുസ്തകം 24 42-43 വാക്യങ്ങൾ. ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതികൾ അറിവാൻ നിങ്ങൾ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. ഇസ്രായേലിലെ സ്വദേശികളൊക്കെയും കൂടാരങ്ങളിൽ പാർക്കണം.
ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 42-43 വാക്യങ്ങൾ. കൂടാരപ്പെരുന്നാള് ഇസ്രായേൽ ജനത്തിന് കൊടുത്തതിന്റെ ലക്ഷ്യം ഇതായിരുന്നു. എത്ര സമ്പത്തുള്ളവനായാലും ശരി, എത്ര ദരിദ്രരായാലും ശരി, 7 ദിവസം ദൈവത്തിന്റെ മുമ്പാകെ കൂടാരങ്ങളിൽ പാർക്കണം. ദൈവം മുമ്പാകെ വരുമ്പോ എല്ലാവരും തുല്യരാണ്, വലിപ്പച്ചെറുപ്പമില്ല. വലിയ ദന്തനിർമ്മിതമായ വീടുകളിൽ പാർക്കുന്നവനായാലും അല്ലെങ്കിൽ ചില്ലുഗോപുരങ്ങളിൽ പാർക്കുന്നവനായാലും ശരി, അതെല്ലാം ഒന്നുമില്ലാതെ ചെറിയൊരു കൂരയിൽ പാർക്കുന്നവനായാലും ശരി, ഈ പെരുന്നാളിന്, കൂടാര പെരുന്നാളിന് എന്ത് ചെയ്യണം? അവിടെ ദൈവാലയത്തിന്റെ അവിടെ ചെന്നിട്ട് ചുറ്റുപാടുമായി അവർ കൂടാരമടിച്ച്, ആ സമാഗമന കൂടാരമോ അല്ലെങ്കിൽ ദൈവാലയം എന്തു ആകട്ടെ അതിന്റെ അവിടെ ആയിട്ട് കൂടാരമടിച്ച് ഈ പുരുഷന്മാർ വന്നിട്ട് ആ കൂടാരങ്ങളിലാണ് പാർക്കേണ്ടത്. അപ്പൊ അത് ദൈവം അവരെ സത്യം ബോധ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ മുമ്പാകെ വരുമ്പോൾ ഉയർച്ച താഴ്ചകളില്ല, അവിടെ ആർക്കും ഒന്നും പുകഴാനില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഈ ഒരു സത്യം അവരെ ബോധ്യപ്പെടുത്തോടൊപ്പം തന്നെ ഈജിപ്തിൽ തങ്ങളുടെ പൂർവികൾ അടിമകളായിരുന്നു, ഫറവോന്റെ അടിമകളായിരുന്നു, ഈജിപ്തിലെ അടിമകളായിരുന്നു എന്നും ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നതാണെന്നും അങ്ങനെ കൊണ്ടുവരുമ്പോൾ ദൈവം അവരെ കൂടാരങ്ങളിലാണ് പാർപ്പിച്ചിരുന്നതെന്നും എത്ര തലമുറ കഴിഞ്ഞാലും ഇസ്രായേൽ സന്തതികൾ മറന്നു കളയാതിരിക്കാനും വേണ്ടിയാണ് ദൈവം അവർക്ക് കൂടാര പെരുന്നാൾ നൽകിയത്. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ കൂടാര പെരുന്നാൾ ഒരു നിഴലായിരുന്നു എന്ന് കാണാം. കൂടാര പെരുന്നാൾ മാത്രമല്ല കേട്ടോ, യഹോവ ന്യായപ്രമാണത്തിൽ നൽകിയിരിക്കുന്ന 7 ഉത്സവങ്ങളും നിഴലുകളായിരുന്നു. 7 നിഴലുകളാണ്. യഹോവയുടെ ഉത്സവങ്ങൾ എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ അതറിയാം, ഇത് നിഴലുകളാണ്. ഇത് നമുക്ക് എല്ലാം പറയാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് കൂടാര പെരുന്നാളിന്റെ കാര്യം മാത്രം പറയാം. ഇസ്രായേലിന്റെ 7 ഉത്സവങ്ങളിലെ അവസാനത്തെ ഉത്സവമായിരുന്നു കൂടാര പെരുന്നാൾ എന്ന് പറഞ്ഞല്ലോ. പുതിയ നിയമ ഇസ്രായേലായ സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കാര്യപരിപാടിയിലെ അവസാനത്തെ സംഗതി എന്താണെന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച മനുഷ്യരോടൊപ്പം, രക്ഷിക്കപ്പെട്ട മനുഷ്യരോടൊപ്പം അല്ലെങ്കിൽ ആത്മരക്ഷ പ്രാപിച്ച മനുഷ്യരോടൊപ്പം ദൈവം കൂടാരമടിച്ചു വസിക്കുന്ന ആ മനോഹരമായ കാലത്തിന്റെ നിഴലാണ് കൂടാര പെരുന്നാൾ. ഇപ്പൊ ഇസ്രായേൽ ജനം എന്ത് ചെയ്യാണ്? കൂടാര പെരുന്നാളില് വന്നിട്ട് ദൈവാലയത്തിന്റെ ചുറ്റുമായിട്ട് കൂടാരങ്ങൾ അടിച്ചിട്ട് അവിടെ കഴിയുകയാണ്. അതൊരു നിഴല് മാത്രമാണ്. യഥാർത്ഥമായിട്ട് ഇനി ഭാവിയിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട പുതിയ നിയമ ഇസ്രായേൽ ആയിരിക്കുന്ന സഭയ്ക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അവരോടുള്ള ബന്ധത്തിൽ, അത് പഴയ നിയമത്തിൽ മരിച്ചുപോയ വിശുദ്ധന്മാരും ഉണ്ട്, പുതിയ നിയമത്തിലുള്ള വിശുദ്ധന്മാർ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടി ഇനി ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വാഴുന്ന സമയം ദൈവം അവരോടുകൂടെ ആയിരിക്കുന്ന കാലം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന്. ആ സംഗതിയുടെ നിഴലാണ് കൂടാര പെരുന്നാൾ. ഈ നിഴല്, ഇത് യഥാർത്ഥമായ പൊരുൾ അപ്പോഴാണ് വെളിപ്പെടുന്നത്. കൂടാര പെരുന്നാൾ നിഴലാണ്, യഥാർത്ഥമായ പൊരുൾ അപ്പോൾ വെളിപ്പെടും. എന്നാൽ ഭാഗികമായിട്ട് ഇതിനൊരു നിറവേറൽ കൂടി സംഭവിച്ചിട്ടുണ്ട്. പൂർണ്ണമായ നിറവേറലല്ല, ഭാഗികമായ നിറവേറല്. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. യോഹന്നാൻ 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ 1:14. അപ്പൊ ഇവിടെ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് യോഹന്നാൻ പറഞ്ഞതിലെ പാർത്തു, ആ പാർക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, പാർത്തു എന്നുള്ളതിന്റെ ആ ഗ്രീക്ക് വാക്ക് സ്കേനു എന്നുള്ളതാണ്. സ്കേനു, ആ സ്കേനു എന്ന് പറയുന്ന ആ ഗ്രീക്ക് വാക്ക് ടെന്റ് അടിച്ച് താമസിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അല്ലാതെ ചുമ്മാ വന്നിങ്ങനെ താമസിക്കുന്നതല്ല, ടെന്റ് അടിച്ച്, കൂടാരമടിച്ച് താമസിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നതിന്റെ അക്ഷരികമായ അർത്ഥം, ആ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ്. ദൈവം മനുഷ്യരുടെ ഇടയിൽ
കൂടാരമടിച്ചു പാർത്തു. യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ ഈ നിഴലായ കൂടാര പെരുന്നാളിന്റെ ഭാഗികമായ നിവൃത്തിയാണ് അവിടെ നടന്നത്. മനസ്സിലായോ? ദൈവം മനുഷ്യരോടുകൂടെ കൂടാരമടിച്ചു, മനുഷ്യരുടെ ഇടയിൽ അവൻ പാർത്തു. എന്നാൽ പൂർണ്ണമായ നിവൃത്തി ഇനി ഭാവിയിലാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ കൂടാര പെരുന്നാളിന്റെ പൂർണ്ണമായിട്ടുള്ള നിവൃത്തി, രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടൊപ്പം ദൈവം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അവരോടുകൂടെ വസിക്കുന്ന, അവരോടുകൂടെ കൂടാരമടിച്ച് കഴിയുന്ന ആ കാലത്തെക്കുറിച്ചാണ്. അപ്പോഴാണ്, ആ കാലത്താണ് അത് പൂർണ്ണമായിട്ട് നിറവേറാൻ പോകുന്നത്, പൂർണ്ണമായ നിവൃത്തി വരാൻ പോകുന്നത്. ഞാൻ കൂടാര പെരുന്നാളിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്കിനി വിഷയത്തിലേക്ക് മടങ്ങി വരാം. സംവത്സരത്തിൽ 3 പ്രാവശ്യം ഓരോ ഇസ്രായേല്യ പുരുഷനും ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലണം എന്നുള്ളത് ന്യായപ്രമാണത്തിൽ ആവർത്തിച്ചു കൊടുത്തിട്ടുള്ള കൽപ്പനയാണ് എന്ന് കണ്ടല്ലോ. ഒറ്റ പ്രാവശ്യമല്ല, അത് പല പ്രാവശ്യമായിട്ട് ദൈവം പറയണം, ആവർത്തിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതായത് അത്ര പ്രാധാന്യമുള്ള ഒരു കൽപ്പനയാണ്. അതുകൊണ്ടാണ് ആ കൽപ്പന ആവർത്തിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഇതനുസരിച്ച് പോകാതിരിക്കുകയാണെന്ന് വെച്ചോ, ചിലപ്പോൾ 2 വട്ടമേ പോയിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കും, ചിലപ്പോൾ പോയില്ല എന്നും വരാം. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ ന്യായപ്രമാണ കൽപ്പനയാണ് ലംഘിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ കൽപ്പനയെ അവൻ ലംഘിച്ചു. പ്രത്യേകിച്ച് ഇത് ആവർത്തിച്ചു കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്, അത് ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു വളരെ വ്യക്തമായി തന്നെ തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിലേ പറഞ്ഞ ഒരു കാര്യം മത്തായി സുവിശേഷം 5:17 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. മത്തായി 5:17. ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ വന്ന യേശുക്രിസ്തു സംവത്സരത്തിൽ 3 പ്രാവശ്യം ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെല്ലുക എന്ന ന്യായപ്രമാണത്തിലെ കൽപ്പന ലംഘിക്കുമോ? ചിന്തിച്ചു നോക്ക്. യേശുക്രിസ്തു പറയാണ്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാൻ വന്നവനല്ല, നിവർത്തിപ്പാൻ വന്നതാണ്. ആ നിവർത്തിക്കുക എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് വേറെ വിഷയമാണ്. എന്താകട്ടെ, നിവർത്തിക്കാൻ വന്നു എന്ന് കർത്താവ് പറയുന്നു. അപ്പോ ഈ കൽപ്പന ലംഘിക്കുന്ന ആളാണ് യേശുക്രിസ്തു. അങ്ങനെ കൂടാര പെരുന്നാളിനോ അല്ലെങ്കിൽ പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാളിനോ വാരോത്സവത്തിനോ ഒന്നും പോകുന്നില്ല. അങ്ങനെയുള്ള ഈ കൽപ്പന 3 വട്ടം ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലണം എന്ന് പറയുന്ന ഈ കൽപ്പന അനുസരിക്കാത്ത ആളാണ് യേശുക്രിസ്തു എങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ? ന്യായപ്രമാണം ലംഘിച്ച് ജീവിച്ചിരുന്ന ആളായിരുന്നു യേശുക്രിസ്തു എങ്കിൽ ഇത്ര ഉറപ്പോടെ പരസ്യമായി ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുമായിരുന്നോ? ഒരിക്കലും ഇല്ല, പറയാൻ പറ്റില്ല. ജനങ്ങൾ തിരിച്ചു ചോദിക്കും, നീ ന്യായപ്രമാണം ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നവനല്ലേ? ബാക്കിയുള്ളതൊന്നും ലംഘിച്ചില്ലെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് ഈ 3 വട്ടം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത്, നിനക്കിപ്പോ 10-30 വയസ്സായി, 30 വർഷത്തിനിടയിൽ നീ അങ്ങനെ പോകുന്നതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് അവര് ചോദിക്കും. ന്യായപ്രമാണം ലംഘിക്കുന്ന നിനക്ക് എങ്ങനെയാണ് ന്യായപ്രമാണം നിവർത്തിക്കാൻ പറ്റുക എന്ന് ചോദിക്കും. പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത് വരെയുള്ള 30 വർഷക്കാലം യേശുക്രിസ്തു ജീവിച്ചത് ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെയാണ്. എല്ലാ കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് തന്നെ യേശുക്രിസ്തു ജീവിച്ചത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റി യോർദാൻ നദിയിൽ നിന്നും കയറി വരുന്ന യേശുക്രിസ്തുവിനെ നോക്കി പിതാവായ ദൈവം പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ദൈവം കൊടുത്ത ദൈവത്തിന്റെ പ്രമാണത്തെ ലംഘിച്ച് നടന്നിരുന്ന ആളായിരുന്നു യേശുക്രിസ്തു എങ്കിൽ ഒരിക്കലും പിതാവായ ദൈവത്തിന് ഇങ്ങനെ ഒരു സാക്ഷി യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ സാധിക്കുകയില്ല. എന്റെ കൽപ്പന ലംഘിച്ച് ജീവിക്കുന്ന ഒരാളിൽ എനിക്കെങ്ങനെ പ്രസാദം ഉണ്ടാവുക എന്നാ ദൈവം ചോദിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവായ ദൈവം പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ ന്യായപ്രമാണത്തിലെ ഓരോ കൽപ്പനയും യേശുക്രിസ്തു അക്ഷരം പ്രതി പാലിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സംവത്സരത്തിൽ 3 പ്രാവശ്യം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുക എന്ന ന്യായപ്രമാണ കൽപ്പനയും യേശുക്രിസ്തു അനുസരിച്ച ആളാണ്. അത് യേശുക്രിസ്തുവിന്റെ സഹോദരന്മാർക്കും അറിയാം. എല്ലാ കൊല്ലവും അവർ കാണുന്നതാണല്ലോ. ഈ സംവത്സരത്തിൽ 3 പ്രാവശ്യം യേശുക്രിസ്തു ദേവാലയത്തിലേക്ക് പോകുന്നത് ഈ സഹോദരന്മാർ കാണുന്നവരാണ്, അവർക്കതറിയാം. അതുകൊണ്ട് ഈ പെരുന്നാളിന് ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് യേശുക്രിസ്തു ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് അവരാരും യേശുക്രിസ്തുവിനോട് ചോദിക്കാഞ്ഞത്. കൂടാര പെരുന്നാളിന് ദൈവാലയത്തിൽ ചെല്ലണമെന്ന് ന്യായപ്രമാണത്തിൽ കൽപ്പനയുള്ളതല്ലേ, നീ ആ കൽപ്പന ലംഘിച്ച് പെരുന്നാളിന് പോകാതിരിക്കുകയാണോ എന്നൊന്നും അവർ ചോദിക്കാൻ നിന്നില്ല. അവര് പോയി. അവർക്കറിയാം യേശുക്രിസ്തു എന്താ ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ അതുകൊണ്ട് അവർ യേശുക്രിസ്തുവിനോട് ഇങ്ങനെയൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവർ പെരുന്നാളിന് പോയി. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവും ഇല്ലാത്ത ഇന്നത്തെ ബൈബിൾ വിമർശകന്മാര് യേശുക്രിസ്തു കള്ളം പറഞ്ഞു എന്ന് ആരോപിച്ച് സ്വയം അപമാനിതരാവുകയാണ്, സ്വയം നിന്ദിതരായി തീരുകയാണ്. യേശുക്രിസ്തു തന്റെ സഹോദരന്മാരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പോകുന്നേ ഇല്ല എന്നാണ്.
ആണോ? ഇപ്പൊ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇനി പോകുന്നേ ഇല്ല എന്നല്ല അർത്ഥം. ഇപ്പോൾ പോകുന്നില്ല എന്ന് മാത്രമാണ്. ഇത് 7 ദിവസത്തെ പെരുന്നാളാണ്. 7 ദിവസത്തെ പെരുന്നാളില് 7 ദിവസവും അവിടെ പങ്കെടുക്കണം. ആ പെരുന്നാളില് പങ്കെടുത്തുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ ഉണ്ടായിരിക്കണമെന്ന് ന്യായപ്രമാണത്തിൽ കൽപ്പനയില്ല. അത് ഓർക്കണം. 7 ദിവസത്തെ പെരുന്നാളാണ്. 7 ദിവസത്തിലെ 1-ാമത്തെ ദിവസം മുതൽ 7-ാമത്തെ ദിവസം വരെ അവിടെ കൂടാരം അടിച്ച് പാർക്കണമെന്ന് കൽപ്പനയില്ല. 7 ദിവസങ്ങളിലെ ആദ്യത്തെ ദിവസം പെരുന്നാളിൽ പങ്കെടുത്ത് മടങ്ങി വന്നാലും, അതല്ല അവസാനത്തെ ദിവസത്തെ പെരുന്നാളിൽ പങ്കെടുത്താലും, അല്ല മൊത്തം എല്ലാ ദിവസവും പങ്കെടുത്താലും ഒക്കെ ഒരുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ വരണമെന്നേ ഉള്ളൂ. അവൻ വന്നു, പെരുന്നാളിൽ പങ്കെടുത്തു, മടങ്ങിപ്പോകുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാർ യേശുക്രിസ്തുവിനോട് യെരുശലേമിലേക്ക് പോയി അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ പറയുന്ന സമയത്ത് കൂടാര പെരുന്നാൾ തുടങ്ങിയിട്ടൊന്നുമില്ല. ആ സമയത്ത് അവർ ഗലീലയിലാണുള്ളത്. കൂടാര പെരുന്നാൾ തുടങ്ങിയിട്ടില്ല. 2-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു എന്നാണ്. ആരംഭിച്ചു എന്നല്ല, പെരുന്നാൾ തുടങ്ങാൻ അടുത്തിരിക്കുന്നു. അതായത് ചില ദിവസങ്ങൾക്കുള്ളിൽ പെരുന്നാളാകും, അല്ലെങ്കിൽ ചില ആഴ്ചകൾ, 1-2 ആഴ്ച, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ, അത്രേ ഉള്ളൂ. അതിനുള്ളിൽ പെരുന്നാളാവും. അപ്പൊ പെരുന്നാൾ തുടങ്ങി ഇത് അവസാനിക്കുന്ന ദിവസം വരേക്ക് 7 ദിവസമായിട്ട് പല ആളുകളും വന്നു പോകും. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മതഭക്തിയുള്ള യഹൂദന്മാർ യെരുശലേമിലെത്തും. ഇവർ ചിതറിപ്പോയിരിക്കുകയാണല്ലോ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ചിതറിപ്പോയിരിക്കുകയാണ് അതിനു മുമ്പുള്ള പീഡനങ്ങളുടെ സമയത്തൊക്കെ. അപ്പൊ അങ്ങനെ ചിതറിപ്പോയിരിക്കുന്നതുകൊണ്ട് തന്നെ അവരെല്ലാം വരും. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഈ മതഭക്തിയുള്ള യഹൂദന്മാര് സംവത്സരത്തിൽ 3 പ്രാവശ്യം ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരിക എന്നുള്ള ആ കൽപ്പന അനുസരിച്ച് വരും. അപ്പൊ അങ്ങനെ വരുന്ന ഈ ആളുകളുടെ മുമ്പാകെ അത്ഭുതങ്ങൾ കാണിക്കാം. യെരുശലേമിൽ ചെന്ന് ജനക്കൂട്ടത്തിന് മുമ്പിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്ത് ലോകത്തിന് തന്നെ വെളിപ്പെടുത്താനാണ് യേശുക്രിസ്തുവിന്റെ സഹോദരന്മാർ യേശുക്രിസ്തുവിനോട് ആവശ്യപ്പെട്ടത്. അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ല. യേശുക്രിസ്തു മശിയാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല, ദൈവപുത്രനാണെന്നും വിശ്വസിക്കുന്നില്ല. അവരുടെ ചേട്ടനല്ലേ, അവരെ സംബന്ധിച്ച് അവരുടെ ചേട്ടൻ. അപ്പൊ ഇങ്ങനെ ഒരാളാണെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചത് പ്രശസ്തരാവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ പ്രശസ്തരാണെങ്കിൽ ഇവിടെ ഈ ലോക്കലിൽ കിടന്ന അഭ്യാസം കാണിച്ചിട്ട് കാര്യമില്ല, ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകണം. അതിന് നല്ലതെന്ന് പറഞ്ഞാൽ യെരുശലേം ദൈവാലയമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവിടെ ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ മുമ്പാകെ അത്ഭുതങ്ങളൊക്കെ കാണിച്ച് പ്രശസ്തനാവുക. കാരണം അക്കാലത്ത് ഇസ്രായേലില് റബ്ബിമാര് ധാരാളം ഉണ്ടായിരുന്നു. ധാരാളം റബ്ബിമാർ ഇപ്പോഴും ഉണ്ട്, പക്ഷെ അന്ന് കൂടല. ഈ റബ്ബികൾക്കെല്ലാം അനുയായികളും ഉണ്ടായിരുന്നു. യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോയി അവിടെ ആളുകളുടെ മുമ്പാകെ അത്ഭുതങ്ങൾ ചെയ്താൽ സ്വാഭാവികമായ ആളുകൾ യേശുക്രിസ്തുവിന് ശിഷ്യപ്പെടും, ശിഷ്യന്മാരായിട്ട് തീരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശിഷ്യവൃന്ദമുള്ള റബ്ബിയായി തങ്ങളുടെ മൂത്ത സഹോദരൻ തീരും എന്നുള്ള ചിന്തയിലാണ് അവർ യേശുക്രിസ്തുവിനെ ഉപദേശിക്കുന്നത്. എന്നാൽ കർത്താവ് ആദ്യ ദിവസം മുതലേ പെരുന്നാളിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. കർത്താവിനെ സംബന്ധിച്ച് ആദ്യ ദിവസം മുതലേ പെരുന്നാളിൽ പങ്കെടുക്കുക എന്നുള്ളത് കർത്താവിന്റെ പദ്ധതിയിലില്ല. ഇടയ്ക്ക് വെച്ച് പെരുന്നാളിൽ പങ്കെടുക്കാനാണ് ആഗ്രഹിച്ചത്. ഇട ദിവസം മുതൽ പെരുന്നാളിൽ പങ്കെടുക്കാൻ. അതുകൊണ്ടാണ് ഈ പെരുന്നാളിന് ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ പോകുന്നില്ല. എന്നാൽ ഉചിതമായ സമയമായപ്പോൾ കർത്താവ് പോവുകയും ചെയ്തു. എപ്പോൾ മുതലാണോ പെരുന്നാളിൽ പങ്കെടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചത് ആ സമയത്ത് കർത്താവ് അവിടെ എത്തി, പെരുന്നാളിൽ പങ്കെടുത്തു. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ 7:4 പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദൈവാലയത്തിൽ ചെന്നു ഉപദേശിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. അപ്പൊ 7 ദിവസമുള്ള പെരുന്നാളിന്റെ പാതി എന്ന് പറഞ്ഞാൽ 3.5 ദിവസമാണ്. 3.5 7 ദിവസത്തിന്റെ പകുതി അതാണല്ലോ 3.5. യഹൂദന്മാരെ സംബന്ധിച്ച് നമ്മളെ പോലെയല്ല, യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ദിവസം ആരംഭിക്കുന്നത് നമുക്ക് അർദ്ധരാത്രി 12 മണി കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ദിവസം ആരംഭിക്കുന്നത്. യഹൂദനെ സംബന്ധിച്ച് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സൂര്യാസ്തമയത്തോടുകൂടെയാണ് ഒരു ദിവസം അവസാനിച്ചിട്ട് അടുത്ത ദിവസം ആരംഭിക്കുന്നത്, സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ. അപ്പോൾ സൂര്യാസ്തമയം മുതൽ അടുത്ത സൂര്യാസ്തമയം വരെയാണ് അവൻ ഒരു ദിവസം എന്ന് പറയുന്നത്. സൂര്യാസ്തമയം മുതൽ അടുത്ത സൂര്യോദയം വരെ അര ദിവസമാണ്, 12 മണിക്കൂർ. അവനെ സംബന്ധിച്ച് അര ദിവസമാണ്. അപ്പോ 3.5 ദിവസം കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഈ 4-ാമത്തെ ദിവസം സൂര്യോദയത്തിന് ശേഷം, അതായത് രാവിലെ യേശുക്രിസ്തു ദൈവാലയത്തിൽ ചെന്നു. ആളുകളൊക്കെ ദൈവാലയത്തിലേക്കൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ജനങ്ങളോട് ഉപദേശിക്കാൻ തുടങ്ങി. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ വിമർശകന്മാർ ആരോപിക്കുന്നത് പോലെ നുണപറച്ചിൽ എവിടെയാ ഉള്ളത്? യേശുക്രിസ്തു എന്ന് നുണയാ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. 7 ദിവസത്തെ പെരുന്നാളാണ്, പെരുന്നാൾ ആരംഭിച്ചിട്ടില്ല. ഇത് പറയുന്ന സമയത്ത് യേശുക്രിസ്തു പറയുമ്പോൾ പെരുന്നാൾ ആരംഭിച്ചിട്ടൊന്നുമില്ല, അടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഗലീലയിൽ നിന്ന് നടന്ന് ഇവിടം വരെ എത്തണം. അപ്പൊ ആ ദിവസം കണക്കൊക്കെ കൂട്ടി. അതുകൊണ്ടാണ് സഹോദരന്മാര് യേശുക്രിസ്തുവിനെ കാത്തു നിൽക്കാതെ അവർ പോകുന്നത്. അവർക്കൊരു പക്ഷേ ആരംഭം മുതൽ അവസാനം വരെ പെരുന്നാളിന് പങ്കെടുക്കണമെന്ന് ചിന്തയുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് അവർ പോകുന്നു. എന്നാൽ യേശുക്രിസ്തു ആരംഭം മുതൽ അവസാനം വരെ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, പകുതി മുതലാണ് പങ്കെടുക്കാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിൽ ഇപ്പൊ പോകുന്നില്ല എന്ന് പറഞ്ഞു.
എന്നിട്ട് പിന്നീട് ആ പകുതിക്ക് ഉള്ള ആ സമയം കണക്കാക്കി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ വന്നു. ഇത്രയേ ഉള്ളൂ ഈ സംഭവം. ഇതിനെയാണ് ഇവന്മാര് നുണാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ വിമർശകന്മാരുടെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച്, ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളത് പഠിക്കുക, എന്നിട്ട് വിമർശിക്കാൻ നിൽക്കണം. മനസ്സിലായോ? ഈ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നുള്ളത് MM അക്ബറും കൂട്ടർ ഉപയോഗിച്ചൊരു കോമഡി ഡയലോഗായി മാറിയെങ്കിലും സംഗതി വാസ്തവമാണ്, സംഗതി സത്യം തന്നെയാണ്. ഒരു കാര്യത്തെ സത്യസന്ധമായ രീതിയിൽ വിമർശിക്കണമെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് പഠിച്ചാലേ പറ്റുകയുള്ളൂ. മനസ്സിലായോ? നിങ്ങളുടെ വിമർശനത്തിന് എന്തെങ്കിലും ഒരു വില ആരെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധ്വാനിക്കാൻ തയ്യാറാകണം. തലച്ചോറ് കൊണ്ടുള്ള അധ്വാനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കണം, സ്റ്റഡി നടത്തണം, എന്നിട്ട് വിമർശിക്കാൻ വരണം. അപ്പൊ ഈ വിഷയത്തിൽ എന്താണ് ഈ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്തോ വിഷു പോലെ അല്ലെങ്കിൽ ക്രിസ്മസ് പോലെ അല്ലെങ്കിൽ ഈസ്റ്റർ ഒക്കെ പോലെ ഒറ്റ ദിവസത്തെ ആഘോഷം, ഇവരങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പെരുന്നാളിന് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവർ പോയി തൊട്ട് പുറകെ തന്നെ അവർ കാണാണ്ട് പോയി എന്ന് ഇവർ ചിന്തിച്ചു വെച്ചിരിക്കും. ആ ദിവസം തന്നെ അവിടെ എത്തണമല്ല. അപ്പൊ ഇപ്പൊ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോകുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാണ്ട് അവിടേക്ക് പോകുന്നില്ല എന്നല്ല, പിന്നീട് പോകും. അത് അവർക്ക് മനസ്സിലായി, സഹോദരന്മാർക്ക് മനസ്സിലായി. 1-ാം ദിവസം മുതൽ പെരുന്നാൾ കൂടാൻ ഞങ്ങളുടെ ചേട്ടന് താല്പര്യമില്ല, അദ്ദേഹം ഇടയിലായിരിക്കും വരാതിരിക്കില്ല, അത് അവർക്കും അറിയാം. കാരണം പോകാതിരുന്നാൽ ന്യായപ്രമാണത്തിൽ ലംഘിച്ചു. അപ്പൊ ഇന്ന് വരേക്കും ന്യായപ്രമാണം ലംഘിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയായാലും ഇവരവിടെ വരൂ, പക്ഷെ ആദ്യം മുതലേ വരുന്നില്ല. അത് മനസ്സിലായതുകൊണ്ട് എന്നാൽ ശരി ഞങ്ങൾ പോകുന്നു, അവർ പോയി. ഇത്രേ ഉള്ളൂ ഈ സംഭവം. ഇത് ഈ ഉത്സവത്തെ കുറിച്ച്, പെരുന്നാളുകളെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ മതപരമായ ഇത്തരം പശ്ചാത്തലങ്ങളെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊന്നും ഒരു പിടിയില്ല. ഇതൊന്നും പിടിയില്ലാത്തതുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് തള്ളുകയാണ്. വിമർശകരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് ഒരേ ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ സത്യമാകുന്നു, ഐ ആം ദ ട്രൂത്ത് എന്ന് ലോകത്ത് ഒരാൾ പറഞ്ഞിട്ടുള്ളൂ. അത് വേറെ ആരുമല്ല, യേശു ക്രിസ്തുവാണ്. മനസ്സിലായോ? യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ച സത്യദൈവമാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു എന്നാണ് പറഞ്ഞു എന്നാ നിങ്ങൾ പറയുന്നത്. പറയാൻ പറ്റിയില്ല. അവൻ ദൈവമാണ്. ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ ഗുണമായിട്ട് ബൈബിൾ പറയുന്ന പല കാര്യങ്ങളിലും ഒന്ന് ഇതാണ്. ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത പല കാര്യവും ബൈബിൾ പറയുന്നുണ്ട്. അത് ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല. അതിലൊന്നാണ് ബോഷ്ക്ക് പറയാൻ അവന് സാധിക്കുകയില്ല, നുണ പറയാൻ പറ്റുകയില്ല. കാരണം അവൻ സത്യമാകുന്നു. സത്യത്തിന്റെ ആൾരൂപമാണ്. സത്യത്തിനൊരു ആളത്വമുണ്ട്, ആളത്വരൂപമുണ്ട്. കൃപയ്ക്കൊരു ആളത്വരൂപമുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. സത്യത്തിനൊരു ആളത്വമുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. മനുഷ്യനായിട്ട് ഒരാളായിട്ട് ഭൂമിയിൽ വന്നിട്ടുണ്ട് സത്യം, അത് യേശു ക്രിസ്തുവാണ്. മനസ്സിലായോ? ആ യേശു ക്രിസ്തു നുണ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ആരും ഒന്നും ചിന്തിക്കാൻ പോകുന്നില്ല. നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ വിലയാ പോകുന്നത്, അല്ലാതെ ഞങ്ങളുടെ ആരുടെയൊന്നും അല്ല. കർത്താവിന്റെ വില ഇടിയാനേ പോകുന്നില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കൊന്നും വേണ്ട. കുറെ നാസ്തികർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഈ ക്ലബ് ഹൗസിലൊക്കെ പച്ചത്തെറിയാ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നീയൊക്കെ തെറി വിളിക്കുമ്പോൾ നിന്റെ വില പോകുന്നു. നിന്റെ കുടുംബത്തില്, നിന്റെ കൂട്ടുകാരുടെ ഇടയിൽ, നിന്റെ ബന്ധുക്കാരുടെ ഇടയിൽ, നിന്റെ നാട്ടുകാരുടെ ഇടയിൽ, അറിയാവുന്ന ഇടയിൽ നീ ചിലപ്പോൾ ഹിന്ദു പശ്ചാത്തലത്തിലുള്ളവനായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം പശ്ചാത്തലത്തിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ വല്ല ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ളവനായിരിക്കും. എന്തോ ആയിക്കോട്ടെ, യേശുക്രിസ്തുവിനെ പോലെയുള്ള ഒരു വ്യക്തിപ്രഭാവത്തിന്റെ മേൽ നിങ്ങൾ ചെളി തെറിപ്പിക്കാൻ നോക്കുമ്പോൾ, യേശുക്രിസ്തുവിനെയൊക്കെ തെറി വിളിച്ച് നിങ്ങൾ ആക്ഷേപിക്കാന്ന് വിചാരിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ അപമാനിതരായി തീരുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായി തീരും. ദൈവം നിന്ദിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഓട്ടോമാറ്റിക് നിന്ദിതരായി തീരും. കാരണം നിങ്ങളുടെ ഇതുപോലെയുള്ള വിവരക്കേടുകൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ തുറന്നു പറയുമ്പോൾ അത് മനസ്സിലാകും. സി രവീന്ദ്രനൊക്കെ അത് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഓരോ വിവരക്കേടും കൊണ്ട് യേശുക്രിസ്തുവിനെയൊക്കെ അപമാനിക്കാനായിട്ട് വന്നതാ, സുവിശേഷ വിശേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞങ്ങളതെല്ലാം ഓരോന്ന് ഇഴകീറി പരിശോധിച്ച് മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊന്നും മിണ്ടാട്ടമില്ല. ഇപ്പോ ഒരു മിണ്ടാട്ടവും ഇല്ല. ഇങ്ങനെയായി തീരും. അന്ന് പല നിരീശ്വരവാദികളും എന്നോട് പറഞ്ഞു, ഫേസ്ബുക്കിലെ ഉള്ള സുഹൃത്തുക്കൾ, നിരീശ്വരവാദി സുഹൃത്തുക്കൾ എന്നിട്ട് പറഞ്ഞു, രവീന്ദ്രൻ ഇമാതിരി വിവരക്കേട് പറയുന്ന ഒരാളാണെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വേറെ ചില ആളുകൾ അവർക്ക് മനസ്സിലായി ഇയാൾ വെറും ഉഡായിപ്പാണ്, വിട്ടുപോയി, രവീന്ദ്രനെ വിട്ടുപോയി, രവീന്ദ്രന്റെ എതിരായി തീർന്നു. ഇതൊക്കെ സംഭവിച്ചു. എന്താ? ഒരു ആവശ്യമില്ലാതെ വെറുതെ ബൈബിളിന്റെ നേരെ വന്നുകൊണ്ട്. അപ്പൊ ഇത് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുക. യേശുക്രിസ്തുവിനെതിരെയോ ബൈബിളിനെതിരെയോ ദൈവത്തിനെതിരെയോ യഹോവയ്ക്കെതിരെയോ ഒക്കെ നിങ്ങൾ സംസാരിക്കാൻ നിന്നാൽ നിങ്ങൾ അപമാനിതരായി തീരും. അത്രയേ ഉള്ളൂ കേട്ടാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു ബുദ്ധി ഉപദേശിക്കാനുള്ളത്, സത്യത്തിന്റെ ആൾരൂപമായ സത്യം തന്നെയായ യേശുക്രിസ്തുവിലേക്ക് വരിക. നിങ്ങളുടെ ഈ ബോഷ്ക്കും വിവരക്കേടുകളും ഒക്കെ വിട്ടുകളയുക.
എന്നിട്ട് യേശു ക്രിസ്തുവിലേക്ക് വരിക. യേശു ക്രിസ്തു വന്നത് എനിക്ക് നിങ്ങൾക്കും വേണ്ടി കൂടിയിട്ടാണ്, അല്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല. ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത്. കുരിശിൽ കയറിയത് സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? രക്തമൊഴുക്കിയത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവായി രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുക, അവനെ വിശ്വസിച്ച് അംഗീകരിക്കുക. യേശു ക്രിസ്തുവിന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നിങ്ങളെ തൻ്റെ മക്കളായിട്ട് സ്വീകരിക്കും. അടിമയായിട്ടൊന്നുമല്ല, മക്കളായിട്ട് സ്വീകരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഈ ശൂന്യതയുണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ശൂന്യത, അതിൽ നിന്നാണ് ഈ ചീത്തയും തെറിയും എല്ലാം പുറത്തു വരുന്നത്. അത് ഞങ്ങൾക്കറിയാം. ഈ ശൂന്യതയൊക്കെ ഞാനും ഒരു കാലത്ത് അനുഭവിച്ചിരുന്ന ആളാണ്. ഒന്നുമില്ലാതെ, ഉള്ളിൽ ഒന്നുമില്ലാത്ത ആ ഒരു ശൂന്യത എനിക്കറിയാം. നിങ്ങൾ അത് തന്നെ അനുഭവിക്കുന്നത്. അതിന്റെ ഫ്രസ്ട്രേഷനിലാണ് ഈ കിടന്ന് നിങ്ങൾ ഈ ചീത്തയും തെറിയൊക്കെ വിളിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ അതൊക്കെ മാറും. കാരണം സ്രഷ്ടാവിന് മാത്രം നിറയ്ക്കാൻ കഴിയുന്ന ഒരു ശൂന്യത എല്ലാ മനുഷ്യരുടെയും അകത്തുണ്ട്. മനസ്സിലായോ? എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. പണം കൊണ്ട് അത് നിറയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര പണം ഉണ്ടാക്കിയാലും ആ ശൂന്യത പിന്നെ അവിടെ ഉണ്ടാകും. നിങ്ങൾ എത്ര പ്രസിദ്ധനായി തീർന്നാലും ആ ശൂന്യത പിന്നെ അവിടെ ഉണ്ടാകും. നിങ്ങൾ എന്തൊക്കെ ആയി തീർന്നു പറഞ്ഞാൽ, നിങ്ങൾ എത്ര വലിയ സെലിബ്രിറ്റി ആയി എന്ന് പറഞ്ഞാൽ ആ ശൂന്യത അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ വലിയ വലിയ സെലിബ്രിറ്റികളായിരിക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ധനവാന്മാരായിരിക്കുന്നവർ. കാരണം ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ പറ്റുന്നില്ല. എന്നാൽ സ്രഷ്ടാവ് ഉള്ളിലേക്ക് വരട്ടെ, ആ ശൂന്യത നിർത്തപ്പെടും. ജീവിതത്തിന് നിങ്ങൾ അർത്ഥം കണ്ടെത്തും. നിങ്ങൾക്ക് ജീവിതത്തെ വേറൊരു വീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റു മനുഷ്യരെ ആ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേറൊരു ജീവിതമാണ്. ആ ജീവിതം ജീവിക്കുന്ന ആളാണ് ഞാൻ മാത്രമല്ല, എന്നെ പോലെ ധാരാളം പേർ, കോടിക്കണക്കിന് പേർ ലോകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുക. ദൈവം നിങ്ങളതിന് സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.